ലോക പ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടം ഗുരുവായൂർ ഉത്സവത്തിന്റെ 1-ാം ദിവസം നടക്കുന്ന ചടങ്ങാണ്. നാളെ മുതൽ ഗുരുവായൂർ ഉത്സവം തുടങ്ങുകയാണ്. നാളെ വൈകിട്ടാണ് ഈ വർഷത്തെ ആനയോട്ടം നടക്കാൻ പോകുന്നത്. ആനയോട്ടത്തിന് പുറകിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂരപ്പന് ഇത്ര കണ്ട് സമൃദ്ധിയോ സമ്പത്തോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഗുരുവായൂരിലേക്ക് ഉത്സവാവശ്യത്തിന് വേണ്ടി ആനകളെ വിട്ടു നൽകിയിരുന്നത് തൃക്കണാമതിലകം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. ഒരു വർഷം തൃക്കണാമതിലകത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകളെ അയച്ചില്ല. അവർക്ക് എന്തോ പ്രയാസങ്ങൾ കാരണം ആനകളെ അയക്കാൻ അവർ കൂട്ടാക്കിയില്ല. ആ സമയത്ത് ഭഗവാന്റെ ഉത്സവം മുടങ്ങുമോ, ആനകളില്ലാതെ ഭഗവാന്റെ ഉത്സവത്തിന്റെ ശോഭ കെടുമോ എന്ന് തോന്നിയ സമയത്ത് തൃക്കണാമതിലകത്തിൽ നിന്ന് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി ഭഗവാന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഒരു കഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നാളെ ഗുരുവായൂർ ഉത്സവത്തിന്റെ 1-ാം ദിവസം വൈകിട്ട് 3 മണിക്ക് ആന ഓട്ടം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിക്കുമ്പോൾ തൊട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്. ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തു നിന്നും പൂജിച്ച മണികളുമായി പാപ്പാന്മാർ ഓടി മഞ്ജുളാലിന്റെ അവിടെ എത്തി ആനകൾക്ക് മണി കെട്ടിയാണ് ആനയോട്ടം തുടങ്ങുന്നത്. ആദ്യമായി ഓടി ക്ഷേത്രത്തിൽ കയറുന്ന ആന ആണ് ഈ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഈ വിജയായി പ്രഖ്യാപിക്കുന്ന ആനയ്ക്ക് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനവും ഭഗവാന്റെ സ്വർണ്ണത്തിടം കയറ്റാനുള്ള അവസരവും